ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയുമായി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. അപ്പോൾ ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ബ്രെഡിൻ്റെ ഉള്ളിലെ മസാല നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയായ മസാല വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രെഡും അതുപോലെ തന്നെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കന്, അത് എല്ലില്ലാത്ത ചിക്കന് എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ സ്റ്റവ് കത്തിച്ചിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും. അപ്പം ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്കൊരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സവാള കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ കൂടുതലൊന്നും ഇത് ഗോൾഡൻ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിന് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പച്ച ക്യാപ്സിക്കം ഞാനിവിടെ അരമുറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഞാനിതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെറുതായിട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ റെഡ് കളർ ക്യാപ്സിക്കം കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടം കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും ചെറിയ ജീരകപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1 സ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനൊരു കപ്പിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാലിലേക്ക് ഞാൻ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ട പിടിക്കാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയാൽ മതിയാവും. അപ്പോൾ ഇനി ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊന്നുമില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് വന്നോളൂ. അപ്പോൾ കോൺഫ്ലവർ പൊടി പാൽ കലക്കി ഒഴിച്ചത് കൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായിട്ട് അങ്ങ് വന്നോളൂ. അപ്പോൾ അടിപൊളി മസാലയാണിത്. ഈ മസാല വെച്ചിട്ട് നമുക്ക് പിന്നെ ബ്രെഡ് പോക്കറ്റും അതുപോലെ തന്നെ ഇറച്ചിപ്പത്തിൽ അത് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ മസാല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ റോളിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേറൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 പാക്ക് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് എടുത്തിട്ട് ഉണ്ടാക്കും, മസാല കൊള്ളുന്നത്ര. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെഡ് റോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിപ്പമുള്ള ബ്രെഡ് വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ ബ്രെഡാണ്.
അപ്പോൾ കടയിൽ പോയപ്പോൾ ബ്രെഡ് തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ ബ്രെഡ് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ബ്രെഡ് കുറച്ച് വലിപ്പം ഉണ്ടെങ്കിൽ നല്ല ഏലോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആവിയിൽ വേവിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ എടുത്തിട്ട് പരത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ചിട്ട് റോളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ മസാല എടുത്തിട്ട് ബ്രെഡിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം ബ്രെഡിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ കുറച്ച് നനച്ച് കൊടുക്കണം. ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ നനച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാനിത് ഇതുപോലെ റൗണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ആക്കിയത് കൊണ്ട് തന്നെ ഇതുപോലെ ഒട്ടിക്കോളും. അപ്പോൾ ഇത് ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഭാഗത്തും കൂടിയും മസാല നിറച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് മസാല നിറച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ രണ്ട് ഭാഗത്ത് മസാല നിറച്ച് കൊടുക്കുമ്പോൾ താഴോട്ട് വീഴുകയും ചെയ്യില്ല. കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ മസാല ആയതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഒട്ടിപ്പിടിച്ച പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ബ്രെഡ് റോൾ ഇവിടെ റെഡിയായി. ഇനിയും ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡിലും ഇതുപോലെ മസാല നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ രണ്ട് ഭാഗത്തും മസാല ഇങ്ങനെ നിറഞ്ഞെടുക്കുന്നത്. അപ്പോൾ താഴോട്ടൊന്നും വീഴുന്നില്ല, നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈ പാൻ എടുത്ത് സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുങ്ങിയിട്ട് പൊരിയേണ്ട രൂപത്തിൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഞാനിനി ഓരോന്നോരോന്നായിട്ട് റോൾ ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് മൂന്നും ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തന്നെയാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ റോളും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കി പോകും. അത്രയും ടേസ്റ്റുള്ള ഒരു റോളാണിത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.